ഞാനിപ്പോ എന്താടാ എവിടുന്ന പാത്രമൊക്കെ കുടിച്ചിട്ട് വരുന്നത്? ഞാന് എവിടുന്നല്ലടാ പെരേന്ന് പോവാടാ. ഉച്ചാത്താടെ നോമ്പറക്കലുണ്ടായി ഞാന്. അപ്പൊ ഒന്ന് വൈകുന്നേരം ഈ പൂട്ടും സാധനങ്ങളൊക്കെ ബാക്കിയായപ്പോളേ ഞങ്ങക്ക് തന്ന് പാത്രം. പാത്രത്തിൽ തന്ന്. അപ്പൊ ഉമ്മ ഇന്നലെ കൊണ്ടെടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നലെ കൊണ്ടെടുക്കാൻ നേരം കിട്ടിയില്ല. അപ്പൊ ഉമ്മ പറഞ്ഞേ എന്തെങ്കിലുമൊക്കെ തെരഞ്ഞാണ് ഈ നേരം വേണ്ട, ഇനി ഒരു തെരഞ്ഞു വന്നില്ലെങ്കിൽ മോശത്തരാണ് ആ പാത്രം കൊണ്ടെടുക്കാനായിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ഈ പാത്രം കൊണ്ടെടുക്കാണ്ടി പോവുകയാണ്. ഇന്നലെ വൈകുന്നേരം ജിമ്മിയും കൂടി എവിടുന്ന വന്നിരുന്നു. ഞാൻ കണ്ട് ഇജ്ജ് അവിടെ എന്താണ് പജ്ജീനെ ഒരു പജ്ജി കുജ്ജി വീണിട്ട് അവിടെ ആൾക്കാരൊപ്പം കൂടി പോകുമ്പോ കണ്ടിക്കണ എന്നെ എന്റെ നല്ല ഞാൻ എത്രയെ വിളിച്ച് അതിന്റെ തിരക്കിലായിരുന്നു. വല്ലാതെ തിരക്കുകാരനാണ്. മുണ്ടിന് കൂടില്ല. അതന്നെ ഞങ്ങൾ വന്നിട്ട് മുണ്ടാഞ്ഞു. എവിടുന്ന വന്നിരുന്നു നിങ്ങള്? എവിടുന്ന വന്നിരുന്നു? ഞങ്ങള് ഇവിടക്ക് പോയതാടാ, വല്യമാനെ കാണാൻ പോയതാണ്. വല്യമാക്ക് വെച്ചാന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു അമ്മായി. അപ്പൊ ഉമ്മ അറിഞ്ഞേ എന്തായാലും വല്യമാനെ കാണാൻ പോലെ അങ്ങോട്ടൊക്കെ നോക്കുന്നു. അവിടെ പണിക്കാരുണ്ട്. അപ്പൊ എന്തായാലും വല്യമാനെ കാണാൻ പോവല്ലേ, നമുക്ക് നോമ്പ് പറഞ്ഞിട്ടൊക്കെ വരാന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോ മോനെ എന്നോട് പറയാന് അമ്മായിക്ക് അങ്ങ് തലവേദനയാണ്, പനിയാണ്. ഉമ്മാനോട് അറിയാം താത്ത നോമ്പ് പറഞ്ഞ് പോവായിരുന്നു, എനിക്കാണെങ്കിൽ വെച്ച തലവേദനയും പനിയാണ് എന്നിട്ട് പറയട്ടാണ്. അപ്പൊ ഞാൻ എന്നെ എന്താ ചെയ്യാച്ച് നിക്കാൻ നോമ്പറക്കാൻ. ഞാനാണെങ്കിൽ നോമ്പ് നോക്കിട്ടില്ല, വലിയമാക്ക് നോമ്പില്ല അങ്ങനൊക്കെ പറഞ്ഞു. ഞങ്ങളെ മനക്കാണ്ട് മടുത്ത് മോനെ. ഞങ്ങള് വല്യമാനെ കണ്ട് നോമ്പ് പറഞ്ഞിട്ട് വരാച്ചിട്ട് കണ്ട് പോന്നതല്ലേ മോനെ. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങള് പറഞ്ഞു അത് കാര്യമില്ല ഞങ്ങളുണ്ട്. അപ്പൊ ഉമ്മ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാ. അപ്പൊ അമ്മായിക്ക് ചോദിച്ചാൽ ഇല്ല ഒന്നും ഉണ്ടാക്കൊന്നും വേണ്ട, നിങ്ങളെന്തായാലും നോമ്പ് പറഞ്ഞിട്ട് പോയിക്കോളേ, ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാ. ഇപ്പം പറഞ്ഞ വേണ്ട, അങ്ങനെ പനിയൊക്കെ മാറി ഞങ്ങള് പിന്നെ ഒരു ദിവസം വരണ്ടേ. അങ്ങനെ വല്യമാനും കണ്ട് വർത്താനം പറഞ്ഞിട്ട് പോകുന്നു മോനെ. ബസ്സിന്റെ എന്താണ് പറയാ, ബസ്സിന്റെ ഒരു നമ്മൾ നിക്കൂലേ ബസ് സ്റ്റോപ്പ്, ആ വാസിന്റെ സ്റ്റോപ്പിൽ നിന്നിട്ട് ബസ് വരില്ല മോനെ, ബസ് തീരെ വരില്ല. അങ്ങനെ ഉമ്മ പറഞ്ഞു എന്തായാലും കുഞ്ഞാപ്പോ നമുക്ക് നഷ്ടം തന്നെയാണ്. ഒരു ഓട്ടോറിക്ഷ വരുമ്പോ കജ്ജ് തട്ടിക്കൊണ്ട് ഓട്ടോറിക്ഷക്ക് പോണെങ്കിൽ കുറെ അന്നത്തെ സ്റ്റാൻഡ് ഉണ്ടല്ലോ അവിടെ പോകണമെങ്കിൽ കുറെ പോണത്. അപ്പൊ ഓട്ടോറിക്ഷ വരുമ്പോ കജ്ജ് തട്ടിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ മോനെ ഞങ്ങൾ കജ്ജ് തട്ടിട്ട് ഒന്നും നിർത്തുന്നില്ല. അങ്ങനെ ഒരു ഓട്ടോറിക്ഷ നിർത്താൻ ഒരു ബസ്സിൽ വന്നു. അപ്പൊ ഞങ്ങള് ഓട്ടോറിക്ഷയിൽ കയറാതെ ബസ്സിന്റെ അടുത്ത് പോയപ്പോ ആ ബസ്സിന്റെ ഡ്രൈവറും കണ്ടക്ടറും ഒരു കണ്ണു വെച്ച് ഇങ്ങനെ നോക്കുക ഞങ്ങളെ. എന്നിട്ട് എന്നിട്ട് മോനെ ഞങ്ങളെ കയറ്റാതെ ഒറ്റ പോക്ക്. ആ ബസ്സേര് കയറ്റിയില്ലടാ കണ്ണുറിച്ച് നോക്കിട്ട്. അങ്ങനെ ഞങ്ങൾ കൊറേ കാലത്ത് നമ്മളെ ഹൈദരാബാദ് ഓട്ടോറിക്ഷക്ക് വരുന്നേ. അപ്പൊ സന്തോഷായി ഹൈദരാബാദാണ് നിർത്താത്ത ഞങ്ങൾ രണ്ടാളും കൂടി എന്താ ഈ നേരത്ത് വരുന്ന ചോദിച്ചു. അപ്പൊ ഞങ്ങള് കാര്യങ്ങള് പറഞ്ഞു. അപ്പൊ ഹൈദരാബാദ് പറഞ്ഞു നിങ്ങളെ കൊണ്ടുപോകണമൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാരും കൂടി ടച്ച് കൊല്ലും. എന്നാളെ ഏതാ സംഭവം ഉണ്ടായില്ലേ, അതേമാതിരി എന്റെ കുട്ടികൾക്ക് ഞാൻ കൊണ്ടുപോയിട്ട് വേണം. അതുകൊണ്ട് നിങ്ങളെ എനിക്ക് ഓട്ടോറിക്ഷയില് കൊണ്ടുവരാൻ പറ്റൂല, നിങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ട് പോയിക്കോളുന്നിട്ട് ആ സ്റ്റാൻഡിൽ നിന്ന് എന്താണ് സ്റ്റാൻഡിൽ പോയിട്ട് ഓട്ടോറിക്ഷ വിളിച്ചോളേ. എന്നിട്ട് മോനെ ഉമ്മ അറിയാം എന്നാലും ഓൻ ഇങ്ങനെ കേട്ടില്ലല്ലോ ഞങ്ങളെ ജീവൻ പേടിച്ചിട്ടാണ്. കാട്ടിണ്ടെങ്കിൽ അയാൾക്ക് അസുഖം വന്ന ഇതാവൂലേ. ഇപ്പൊ സംഭവം നടക്കണല്ലേ ബസ്സില് എന്നിട്ട് ഞങ്ങളപ്പോ എന്താ വെച്ചാൽ പറഞ്ഞു ആ സ്റ്റാൻഡിലേക്ക് കൊണ്ടാടി നല്ലത് പെരേക്ക് കടക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനും കൂടി പെരേക്ക് കടന്നു. അവിടെ നിന്ന് നടന്നു ഓട്ടോറിക്ഷയിൽ കയറി കൂടെ. ഓട്ടോറിക്ഷക്ക് വരണെങ്കിൽ കജ്ജട്ടി നിർത്തിയില്ലല്ലോ, അങ്ങോട്ട് ചെല്ലണ്ടേ പേടിച്ചിട്ടാണ് അയാൾക്ക് പേടിച്ചിട്ടാണ് അയാള് ഇതാക്കാൻ മോനെ. എന്താ ചെയ്യലേ. അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് വന്നപ്പോ എന്നിട്ട് നോമ്പറക്കാൻ ഇവിടെ എത്തിട്ടാ. ഒന്നും ഉണ്ടാക്കിട്ടില്ലടാ, അവിടെ പോയിട്ട് തിന്നാച്ചിട്ടേ. അങ്ങനെ ഞങ്ങള് വരുമ്പോ ആശയാത്താടെ കയറി. അപ്പൊ ഉമ്മ പറഞ്ഞു കുറച്ച് വർത്താനം പറയാന്ന് പറഞ്ഞു. അവിടുന്ന് മഗ്‌രിബ് വാങ്ങി കൊടുക്കണം. അപ്പൊ എന്റെ അമ്മ ഏതാ വളവത്തി പടച്ചോനെ വാങ്ങിക്കൊടുത്തല്ലോ എന്നിട്ട്. അപ്പൊ ആശാത്ത അറിയാം എന്താ നിങ്ങള് നോമ്പറന്ന് പോയാൽ മതി. ഒരു വെള്ളം ഇതൊക്കെ തന്നു, വെള്ളമൊക്കെ തന്ന് ഞങ്ങൾ കുടിച്ചു.
അല്ല വേണ്ട ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും ആ ആശാത്ത അത് പറ്റൂല പറഞ്ഞിട്ട് ആ ഞാനും ഉമ്മയും കൂടി അവിടുന്ന് നോമ്പ് പറഞ്ഞു അത് ശരിയാ അവിടുന്ന് നോമ്പ് പറഞ്ഞിട്ട് ഞങ്ങള് മനെ പാട്ടം പാടിയിട്ട് പെരേക്കൊണ്ട് പോകുന്നു അതടുത്ത ആ പജ്ജിനെ കുജ്ജിന്ന് കയറ്റിയ ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് കയറ്റി വയർവാസിനെ വിളിച്ചില്ലേ വെറുതെ അല്ലേ ഇന്ന് ഓല് വിളിച്ച പാട് വന്നിട്ടാ വന്നാ നല്ല സഹകരണം അങ്ങനെയാണ് പറയുന്നത് മനെ അവര് പെട്ടെന്ന് വന്ന് പരിപാടി കഴിച്ച് പെട്ടെന്ന് തന്നെ കയറ്റി പശുവിന് കുഴപ്പമൊന്നുമില്ല ഒരു പവറായിരുന്നു ഞാനല്ലേ ഇതാക്കിയത് അത് ശരി കണ്ട് അവിടെ അങ്ങോട്ട് എന്താ പറയാ ചെക്കനക്ക് വലിയ വട്ടുണ്ടാവും ചെക്കനക്ക് വല്ല പണിക്ക് പോയിക്കൂടെ എവിടെയും ഉണ്ടെങ്കിൽ ചെക്കൻ അവിടെ എത്തും ആ ശരി മുണ്ടാപ്രാണിയല്ലേ എന്നാ ഒരു ഉപകാരമാവും ഇല്ല അത് പറഞ്ഞാ കാണുമ്പോ എല്ലാരും ഇതൊക്കെ തന്നെ ഉപകാരം ഒരു മുണ്ടാപ്രാണിയല്ലേ അതിന് നമ്മള് ആക്കിയത് പയറിന്റെ പോസകളല്ല ആക്കിയത് അല്ല എന്നാലും നമ്മള് ഞാനുണ്ടാകില്ലേ ചെക്കൻ എല്ലായിടത്തും പല്ല് കളിച്ചുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ അങ്ങനൊക്കെ പറഞ്ഞാ അവിടെ ഒക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇമ്മാണ്ട് പറഞ്ഞേട്ടാ ഞാൻ പറയുന്നില്ല കാരണം രണ്ടാം മാസം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ പല്ലിൽ ചെറിയ കൊതുക്കി വെച്ചുകൊണ്ട് ഒരു മാസമായോണ്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കണ്ടാറിഞ്ഞു ഞാൻ പോട്ടെ എന്നാ എന്നാ കുഞ്ഞാപ്പോ ഇത് കൊണ്ടിട്ട് ഞാൻ കൊണ്ടുകൊടുത്തോളെ കൊണ്ടുകൊടുത്ത് എപ്പോഴാ വരിക കൊണ്ടെടുത്ത് വേഗം വരണോ ഇനി അവിടെ നിൽക്കണ്ടാറിങ്ങനെ വേഗം വന്നോണ്ട് നോമ്പറങ്ങാനായിട്ട് അവിടെയും ഇവിടെയും പോയി നിൽക്കരുത് തന്നെ